ധർമ്മസ്ഥലയിൽ നിന്നും നാൾക്കുനാൾ വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഇത്രയും ക്രൂരത നമുക്ക് ചുറ്റും നടന്നിട്ടും ഒരു കുഞ്ഞു പോലും അറിഞ്ഞില്ല എന്നത് വിശ്വസിക്കാനാകുന്നില്ല. കേസെടുക്കാനും കുഴി തോണ്ടാനും മടിക്കുന്നത് ഏതോ വലിയ കൊമ്പനെ മറച്ചു പിടിക്കാനാണെന്ന സത്യം പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോഴിതാ ഒരു വലിയ ട്വിസ്റ്റ് ധർമ്മസ്ഥലയിൽ നടന്നിരിക്കുകയാണ്. ധർമ്മസ്ഥല വെളുത്തങ്ങാടി താലൂക്കിൽപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ സർക്കാർ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലേക്ക് വരികയാണ്. കോൺഗ്രസിനെ നയിക്കുന്ന സിദ്ധരാമയ്യ സർക്കാർ എടുത്ത ഏറ്റവും നിർണായകമായ തീരുമാനമാണിത്. കേസെടുക്കാൻ പോലും മടിച്ച പോലീസുകാർ കൊടികുത്തി വാഴുന്നിടത്ത് ഇനി അവരുടെ കൺട്രോളിൽ മാത്രം കാര്യങ്ങൾ നിൽക്കില്ല എന്ന് അടിവരയിടുകയാണ് സർക്കാർ. ധർമ്മസ്ഥലയിൽ ഇനി ചോദിക്കാനും പറയാനും ഇവിടെ ഒരു സർക്കാർ ഉണ്ടെന്ന് കോൺഗ്രസ് സർക്കാർ നൽകുന്ന മുന്നറിയിപ്പ്. കർണാടക ആഭ്യന്തര വകുപ്പ് മന്ത്രി പരമേശ്വരയ്യയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഈ SIT അന്വേഷണ സംഘത്തെ അയച്ചതിനു പിന്നാലെയാണ് പോലീസ് സ്റ്റേഷന്റെ മേൽനോട്ടവും അവരുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇതോടെ ഒരു കാര്യം ഉറപ്പിക്കാം, ആധാരമിളകുമെന്ന് പറയുന്ന ധർമ്മസ്ഥലയിലെ ആളുകൾ പിടിക്കപ്പെടാൻ ഇനി നാളുകൾ മാത്രമാണ് ബാക്കി. സത്യത്തെ കുഴിതോണ്ടി പുറത്തിടുമെന്ന കോൺഗ്രസിന്റെ ഉറച്ച തീരുമാനം തന്നെയാണ് ഇതിനു പിന്നിൽ. കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥലയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകരെ അക്രമക്കേസിലാണ് അറസ്റ്റ് നടന്നതെങ്കിലും ചില നിർണായക വിവരങ്ങൾ അറിയുന്ന ഒരാൾ കൂടിയാണ് ഈ വ്യക്തി എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ധർമ്മസ്ഥലയിലെ ആക്രമണങ്ങൾ വളരെ കാലമായി ഉള്ളതാണ്. അത് എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് എന്നൊക്കെ ആ ഗ്യാങ്ങിൽപ്പെട്ട എല്ലാവർക്കും അറിയാം. അതിലൊരാളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. പെൺകുട്ടികളെ അടക്കം ബലാത്സംഗം ചെയ്യുകയും കൊന്നു കുഴിച്ചു മൂടുകയും ഒക്കെ ചെയ്യുന്ന കഥകൾ ധർമ്മസ്ഥലയിൽ പലർക്കും അറിയാം. ആ സത്യങ്ങൾ പുറത്തു വരാൻ പോകുകയാണ്. അതായത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ധർമ്മസ്ഥല പ്രമുഖരുടെ അടുക്കളയിലേക്ക് തന്നെ പോലീസ് നായ കയറാൻ സാധ്യതയുള്ള കേസുകളാണ്. 13-ാം നമ്പർ പോയിന്റ് എന്ന് പറയുന്ന സാക്ഷിയായ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തൽ പ്രകാരം 5-ലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലമാണ്. മാത്രമല്ല റോഡിന്റെ അരികിലാണ്. ഒരു പ്രകൃതി ദുരന്തം നടക്കുകയോ മണ്ണൊലിച്ചു പോകുകയോ ചെയ്തിട്ടില്ല. 100% അസ്ഥി കിട്ടുമെന്ന് ഉറപ്പാണ്. ഈ പോയിന്റ് കൂടി കഴിയുന്നതോടെ ഇതുവരെയുള്ള അന്വേഷണ വിവരം പുറത്തുവിടുകയാണ്. 12 പോയിന്റുകൾ വരെ മാത്രം ഏകദേശം 100-ലേറെ അസ്ഥികളും 10-നടുത്ത് മൃതദേഹവും കിട്ടി എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇനി കിട്ടാനുള്ളതും കൂട്ടി അന്വേഷണം തകൃതിയാക്കാനാണ് സാധ്യത. അതോടെ പോകുന്നത് ആരോപണ വിധേയരായ അധികാരികളുടെ തോട്ടത്തിലേക്കാണ്. കൊലപാതകികൾ എന്ന് ഉറപ്പാകുന്നതോടെ അവരുടെ തോട്ടവും എസ്റ്റേറ്റും അരിച്ചു പറക്കും അന്വേഷണ സംഘം എന്നുറപ്പാണ്. ആ സൂചന അവർക്ക് തന്നെ ലഭിച്ചു കഴിഞ്ഞു. അത് താമസിയാതെ തന്നെ ഉണ്ടാകും എന്നുറപ്പായപ്പോഴാണ് ഡി ഗ്യാങ് എന്ന അവർ തീറ്റിപ്പൊറ്റുന്ന മനുഷ്യമൃഗങ്ങളെ അയച്ച് മാധ്യമങ്ങളെയും പരാതിയുമായി വരുന്നവരെയും ഒക്കെ പേടിപ്പിക്കാൻ നോക്കിയത്. അതും സൗജന്യ എന്ന ഇതേ നരാധമന്മാർ കൊന്നുതള്ളിയ പെൺകുട്ടിയുടെ വീടിനടുത്ത് വന്നാണ് ആക്രമണം അഴിച്ചുവിട്ടത്. കുട്ടിയുടെ അമ്മാവനെ ആക്രമിച്ചു, ബോർഡുകൾ നശിപ്പിച്ചു. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരും എത്തിയതോടെ ഡി ഗ്യാങ് ഒന്ന് ചുരുണ്ടുപോയി. മഹേഷ് ഷെട്ടി തിമ്മറോഡ്, ഗിരീഷ് മട്ടമ്മാർ എന്നിങ്ങനെയുള്ള അതിശക്തരായ പൗരപ്രമുഖരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ ഡി ഗ്യാങ്ങിനേക്കാളും ശക്തരാകുകയാണ്. ഇവരുടെ പഴയ ഗുണ്ടായുസവുമെല്ലാം നടക്കാതെ പോകുകയാണ്. പക്ഷേ സത്യമറിയാനുള്ള അവസാന നിമിഷം വരെ ആക്രമണത്തിലേക്ക് കടക്കരുത് എന്ന് ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് പഴയ കാലം മുതൽ തന്നെ ഡി ഗ്യാങ്ങിലുള്ള ചില ആളുകൾ പോലീസ് പിടിയിലാകുന്നത്. അത് സത്യമറിയാനുള്ള ഒരു നീക്കത്തിന് വേഗത കൂട്ടുകയാണ്. ഏതായാലും ധർമ്മസ്ഥലയിലെ പാവങ്ങളെ കൊന്നു തിന്നുന്ന നരാധമന്മാരുടെ കാര്യങ്ങളിൽ ഏകദേശം തീരുമാനമാകുകയാണ്. ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു, ധർമ്മസ്ഥലയിലെ പ്രമുഖരും അവർ തീറ്റിപ്പോറ്റുന്ന ഡി ഗ്യാങ്ങും മെല്ലെ പഴങ്കഥയാവുകയാണ്. തിന്നും കുടിച്ചും പിച്ച് ചീന്തിയും പതിറ്റാണ്ടുകൾ അഭിരമിച്ചവരുടെ അവസാനം അടുത്തിരിക്കുകയാണ്. അതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇഴകീറി പരിശോധിക്കാൻ കോൺഗ്രസ് സുസജ്ജമായിരിക്കുന്നു.